ഈ വീഡിയോയിൽ യൂറോപ്പിൽ നടന്ന വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് മാർക്കോ റൂബിയോയും സെർജി ലാവ്റോ എന്ന് പറയുന്നത് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ, അതുപോലെ തന്നെ മാർക്കോ റൂബിയോ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി. ഈ രണ്ടുപേരും തമ്മിലുള്ള ചർച്ച, രണ്ട് ടീമായിട്ടാണ് ചർച്ച നടന്നത്. ശരിക്കും സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു ചർച്ച കണ്ടക്ട് ചെയ്തത്. അതിനകത്ത് ചില നിർണായകമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് അതിനകത്ത് പറയാനുണ്ട്. ഇതിനകത്ത് റഷ്യ എടുത്തിരിക്കുന്ന നിലപാട് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് റഷ്യ എടുത്തിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടാണ് ഈ ഒരു നെഗോസിയേഷൻ നടന്നത്. റഷ്യക്ക് വേണ്ട രീതിയിൽ റഷ്യ ചോദിച്ച കാര്യങ്ങളെല്ലാം ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഡീൽ അവസാനിച്ചിരിക്കുന്നത്. പൊതുവിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ശരിക്കും ഈ ഒരു റഷ്യ ഉക്രൈനുമായിട്ടല്ലേ യുദ്ധം നടക്കുന്നത്, അപ്പൊ പിന്നെ യുക്രൈന്റെ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ ഒരു ചർച്ച നടന്നത്, എങ്ങനെയാണ് ഡീൽ ഓക്കെ ആയത്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഈ ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധത്തിന് പോയത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ മൊത്തം നടത്തിക്കൂട്ടിയത്. നമുക്ക് തന്നെ അറിയാം, ഞാൻ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ജോ ബൈഡൻ പേരക്കുട്ടിക്ക് പൈസ കൊടുക്കുന്ന കണക്ക് സെലൻസ്കി പോകുമ്പോഴൊക്കെ മില്യൺ കണക്കിൽ പൈസ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ അതുപോലുള്ള പരിപാടി കാണിച്ചത് അമേരിക്കയാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രോക്സി ആയിട്ട് തന്നെയാണ് ഉക്രൈൻ അവിടെ നിന്ന് യുദ്ധം നടത്തിയത്. അത് ഈ ഡെമോക്രറ്റുകൾ കാണിച്ച ഒരു മണ്ടത്തരമാണ്. അപ്പൊ ആ മണ്ടത്തരത്തിന് ഇരയായത് സെലൻസ്കി ആണെന്ന് മാത്രം. അപ്പൊ അതിനകത്ത് സെലൻസ്കി പല രീതിയിലും അപമാനിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, 350 ബില്യണോളം അമേരിക്ക മുടക്കിയിട്ടുണ്ട്. ഈ പൈസയിൽ പലതും കാണാനില്ല, ഇതിനകത്ത് പലതിനും കണക്കില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. ഈ പൈസയ്ക്ക് എവിടെ കൊണ്ടുപോയി? അങ്ങനെ കൃത്യമായ കണക്കുകളില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 350 ബില്യൺ അങ്ങ് മടക്കി തരാനാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതായത് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഉക്രൈനും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു സൈഡിൽ സൗദി അറേബ്യയിൽ വളരെ വളരെ ചൂടേറിയ രീതിയിൽ നടക്കുമ്പോഴത്തേക്കും പുള്ളിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ശരി, ഓക്കെ, പുള്ളിയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുള്ളതിന്റെ റീസൺ ഡൊണാൾഡ് ട്രംപ് തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ ഈ ചർച്ചയുടെ ഡെവലപ്മെന്റ്സ് എന്താണ്, റഷ്യ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അവസാനം ഇവര് ഒരുമിച്ച് സംസാരിച്ചിട്ട് ഏത് രീതിയിലുള്ള ഒരു ജോയിന്റ് ഡിക്ലറേഷൻ ആണ് ഇവർ പറയുന്നത് എന്നുള്ളതിനെ പോലും വിലയിരുത്താതെ സെലൻസ്കി പോയിരുന്നത് എവിടെയാണെന്ന് അറിയാമോ? സെലൻസ്കി UAE വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. UAE വിസിറ്റ് ചെയ്തിട്ട് അഥവാ ഈ ഒരു ചർച്ചയിൽ ഇടപെടുത്തണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടല്ല പോയത്. തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം, അതായത് ഉക്രൈനുമായിട്ട് UAEക്ക് ബൈലാറ്ററൽ ട്രേഡ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഒരു കോമഡിയൻ ആണെന്നുള്ളത് വീണ്ടും വീണ്ടും സ്ഥാപിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സെലൻസ്കി ഒരു TV അവതാരകൻ, ഒരു കൊമേഡിയൻ ആണ്, അതിൽ യാതൊരു മാറ്റവും. പക്ഷെ ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊമേഡിയൻ ഭരിക്കുന്ന ഒരു രാജ്യവും ഒരു ഇന്റലിജൻസ് മേധാവി ഭരിക്കുന്ന ഒരു രാജ്യവും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്റലിജൻസിന്റെ മേധാവിയായിട്ട് പണിയെടുത്തിരുന്ന ആളാണ് പുടിൻ. അപ്പൊ പുടിൻ ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാര്യം വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്സുകൾ നോക്കൂ. 20% സ്ഥലം, 20% ഉക്രൈന്റെ ലാൻഡ് റഷ്യക്ക് സ്വന്തമാക്കാം. ആ 20% ലാൻഡിലും തന്നെ ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഉള്ള ഏതാണ്ട് 12 ട്രില്യണോളം അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാൻഡാണ് അവിടെ കിട്ടാൻ പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഇത് റഷ്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. റഷ്യയുടെ ഇത്രയും നാളും നടത്തിയ യുദ്ധത്തിന് അതൊരു സക്സസ് ആയിട്ട് തന്നെ നമുക്ക് കരുതാൻ പറ്റും, അതിൽ യാതൊരു മാറ്റവും. അപ്പൊ റഷ്യ മീറ്റിംഗിന് വന്നപ്പോഴേ ഈ സെർജി ലാവ്റോ പറഞ്ഞു തുടങ്ങിയ സംഭവം തന്നെ ഇത് തന്നെയാണ്, അതായത് നോ ലാൻഡ് റിട്ടേൺസ്. ഇതുവരെ ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലത്തിന് ഒരു ചെറിയ അംശം പോലും തിരിച്ചു കൊടുക്കത്തില്ല. ഇനി കേസ്ക് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ സ്ഥലം വിട്ട് കാലിയാക്കണം എത്രയും വേഗം. രണ്ടാമത് നോ നാറ്റോയുടെ ഒരു ഇന്റർവ്യൂനും പാടില്ല. നാറ്റോ എന്ന് പറഞ്ഞ സംസാരമേ വരാൻ പാടില്ല. ഉക്രൈനെ നാറ്റോയുടെ 7 അയലത്ത് അടുപ്പിക്കരുത്, അത് ഉറപ്പാണ്. നാറ്റോ തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അവർ തന്നെ സ്വയമേ പുറത്തു വിടുന്നുണ്ട്. പിന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നത് അവർ ഉക്രൈനുമായിട്ട് സംസാരിക്കാൻ തയ്യാറല്ല. കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഈ സെലൻസ്കിക്ക് തന്നെ മെജോറിറ്റി ഉണ്ടോ എന്ന് യാതൊരു രീതിയിലും ഉറപ്പില്ല. 4% ആൾക്കാർ പോലും ഈ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതിൽ ഡൗട്ട്ഫുൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് റഷ്യ. അതുകൊണ്ട് അവരെന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാല് ഇലക്ഷനെ നടത്താതെ ഈ മാർഷ്യൽ ലോ എന്ന് പറഞ്ഞ ഈ ഒരു ഭരണം തുടരുന്നത് കൊണ്ട് തന്നെ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ എത്രത്തോളം യുദ്ധം മുന്നോട്ട് പോകുന്നോ അത്രത്തോളം ഇലക്ഷൻ നടത്താതെ ഇയാൾക്ക് തന്നെ ആ ഭരണത്തിൽ ഇങ്ങനെ തുടരാം. ഇതാണ് ട്രംപ് ഡിക്റ്റേറ്റർ എന്ന് വിളിക്കാനുള്ള കാരണം. സെലൻസ്കി ഒരു ഡിക്റ്റേറ്ററാണ്, പക്ഷെ ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർ ആയിപ്പോയി എന്നുള്ള നിലയിലാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പല രീതികളിൽ പല പോയിന്റ്സുകളിൽ ട്രംപ് അത് എടുത്ത് പറയുന്നുണ്ട്. സെലൻസ്കിയുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചില്ല, റഷ്യയുടെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഉക്രൈനെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സെലൻസ്കിയുടെ പരാതി. റഷ്യയുടെ കൗണ്ടർ പാർട്ട് അമേരിക്കയാണ്, അതാദ്യം മനസ്സിലാക്കൂ. അമേരിക്കയുടെ കയ്യിലുള്ള പൈസ മേടിച്ചുകൊണ്ടല്ലേ താങ്കൾ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ യഥാർത്ഥ കൗണ്ടർ പാർട്ട് അമേരിക്കയാണല്ലോ, താങ്കൾ ജസ്റ്റ് ഒരു പ്രോക്സി മാത്രമാണ്. അപ്പൊ അവർ തമ്മിലാണ് ഡീൽ ഉറപ്പിക്കേണ്ടത്.
ശരിക്കും പറഞ്ഞാല് സെലൻസ്കിയെ ഒരു സീറോ ആക്കിയിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. യുക്രൈനെ വിളിച്ചില്ല എന്നുള്ളൊരു പരാതിക്ക് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് 3 വർഷം നീ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? 3 വർഷം ആദ്യമേ തന്നെ നിന്നെ ഒരു ഇതേപോലെ ഒരു നെഗോസിയേഷൻ ടേബിൾ വിളിച്ചതാണ്. ആ സമയത്ത് നീ പ്രോപ്പർ ആയിട്ടുള്ള നിന്റെ റെസ്പോൺസ് ഇല്ലാത്ത കൊണ്ട് നിന്റെ ഒറ്റ ഒരാൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു യുദ്ധം നീണ്ടുപോയത്. ഞാൻ പഴയ ഫയലൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് പറയുന്ന രീതിയിലാണ് ട്രംപ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ യുദ്ധം ഇത്രയ്ക്ക് നീണ്ടുപോയതിന്റെ കാരണം നീ ഒറ്റ ഒരാളാണെന്ന് പറഞ്ഞിരിക്കുന്നത് സെലൻസ്കിയെ. റഷ്യയെ പോലത്തെ ഒരു രാജ്യത്തിനടുത്ത് നീ എന്തിന് യുദ്ധത്തിന് പോകണം? നീ 3 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? നിന്റെ കൈ നനയാതെ മീൻ പിടിക്കുന്ന തരത്തിലുള്ള പൈസ നിന്റെ പോക്കറ്റിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ആ പൈസ ഇങ്ങനെ ഒരു മടിയും കൂടാതെ എടുത്തു തരാൻ ഇവിടെ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ബൈഡനെയും കൂടെ ഒന്ന് കുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷമായിട്ട് നീ ഏതെങ്കിലും ഒരു സാഹചര്യം റഷ്യയുമായിട്ട് ഒരു പീസ് ട്രീറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്നിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്റെ കൺസേൺ ഒന്നുമല്ല, എന്റെ കൺസേൺ റഷ്യയിലായാലും ഉക്രൈനിലായാലും ജനങ്ങൾ മരിക്കാൻ പാടില്ല, ജീവൻ പൊലിഞ്ഞു വീണാൻ പാടില്ല, ആ രീതിയിലുള്ള നടപടിയാണ് ഞാൻ എടുക്കുന്നത് അല്ലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി തന്നെ ട്രംപും പുടിനും തന്നെ ഫോണിൽ സംസാരിച്ച് ഇത് ഏകദേശം ഒരു തീരുമാനത്തിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അതിന്റെ എല്ലാ സൂചനകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലത്തെ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് പ്രീവിയസ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്താണ് ഫോണിൽ സംസാരിച്ചെന്നുള്ളത്. അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. യൂറോപ്പിനെ ഒരു രീതിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള സംസാരമാണ് JD വാൻസ് സംസാരിച്ചത്. JD വാൻസ് ഒരു വെടിക്കെട്ട് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ഉക്രൈൻ അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു രാജ്യമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞൊരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ അഭ്യർത്ഥനയെ നിരുപാധികം തള്ളിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു അറബിക് രാജ്യം ഡെവലപ്പായി വരുന്നുണ്ട്, അത് മിഡിൽ ഈസ്റ്റിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സർപ്രൈസോട് നോക്കുമായിരുന്നു, മിഡിൽ ഈസ്റ്റിലല്ലാതെ ഒരു അറബിക് രാജ്യമോ? അത് ഏതാണെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞതാണ് യുണൈറ്റഡ് കിങ്ഡം, UK. UK അത്രമാത്രം ഈ ഭീകരവാദികൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെന്നുള്ള രീതിയിൽ UK മോക്ക് ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന റിയൽ സിറ്റുവേഷനെ കൃത്യമായി സ്പെക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് JD വാൻസ്. ഇതുപോലത്തെ ഒരു ഡയലോഗ് ജീവിതത്തിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, UK കേട്ടിട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്റ്റാർമർ അവിടെ നിന്നുകൊണ്ട് ഇന്നലെ മുതൽ ഭയങ്കരമായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു. അതായത് ഉക്രൈന് ഞാൻ ആയുധങ്ങൾ വിട്ടുകൊടുക്കും, ഉക്രൈന് ഞാൻ UK നിന്നും ഭടന്മാരെ അയക്കും, എന്തിന്? റഷ്യയുമായിട്ട് പൊരുതാൻ വേണ്ടിയിട്ട്. സെർജി ലാവ്റോ ഇങ്ങനെ പത്രക്കാരെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പുള്ളിക്ക് നേരെ വരുന്നുണ്ട്. UK ഉക്രൈന് സപ്പോർട്ടായി അവരുടെ മിലിറ്ററിയെ വിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ചിരിക്കുകയാണ് ചെയ്തത്. ചിരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. UK മിലിറ്ററി വിട്ട് റഷ്യക്കെതിരെ വരാനോ? ആ രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പ്, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ശരിക്കും നല്ല രീതിയിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. യൂറോപ്പിന്റെ ഉള്ളിൽ തന്നെ തൊഴുത്തിൽ കുത്താണ്. പോളണ്ടൊക്കെ ഓൾറെഡി തന്നെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞു. ഇറ്റലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലി ഫുൾ ആൻഡ് ഫുൾ അമേരിക്കയുടെ സൈഡാണ്. അതുപോലെ ആ രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾക്കും തന്നെ ഈ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, സ്വീഡൻ ആയിക്കോട്ടെ, ഡെൻമാർക്ക് ആയിക്കോട്ടെ, അതേപോലെ പല രാജ്യങ്ങൾക്കും അവർ മിലിറ്ററി പരമായിട്ട് ഒരു വീക്കാണ്. അവർക്ക് ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം അത്രമാത്രം ഇല്ല. കാരണം ഇവരെല്ലാം നാറ്റോയിൽ അംഗമാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വരും, അല്ലെങ്കിൽ യൂറോപ്പിലെയുള്ള ബാക്കിയുള്ള കൺട്രികൾ വരും എന്നുള്ള നിലയിലൊക്കെ ഭയങ്കര ഒരു കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്ത് പോയ ഒരു കാലഘട്ടങ്ങളാണ് കഴിഞ്ഞു പോയത്. അതിനുള്ള ശരിക്കുമുള്ള ഭവിഷ്യത്ത് ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യൂറോപ്പൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ആ രീതിയിലാണ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നത്. പർപ്പസ്ഫുള്ളി അവരെ ആരും ഒറ്റപ്പെടുത്തുന്നതല്ല. ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടതായിട്ടുള്ള ചില ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. റഷ്യയുമായിട്ട് ട്രംപ് ഇത്രമാത്രം അടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന തന്നെയാണ്. ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും ചൈനയെ ഒരു മൂലയ്ക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പ്രവർത്തികൾ മൊത്തം നടക്കുന്നത്. JD വാൻസ് ഒക്കെ UK ഒരു ഇസ്ലാമിക് അറബ് രാഷ്ട്രമായിട്ട് മാറുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡയലോഗ് വേറെ ഏതെങ്കിലും ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ അമേരിക്കൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് പറയുമോ? ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ രീതിയിലുള്ള വെട്ടിക്കെട്ട് ഡയലോഗാണ് പറഞ്ഞത്. ഇവിടെ റിയൽ ബോസ് പുടിനാണ്. പുടിൻ വെച്ച എല്ലാ റിക്വസ്റ്റുകൾക്കും അമേരിക്ക ഓക്കെ ആണ് പറഞ്ഞത്, നിരുപാധികം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് പീസ് ഡീലിന് സെലൻസ്കിയെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ആ ഡീൽ നടക്കത്തില്ല. കാരണം അയാൾ ഒരിക്കലും ആ ഒരു പീസ് ഡീലിനും ഒരു ചർച്ചയ്ക്കും ഫിറ്റ് അല്ല എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു കൊനഷ്ട സ്വഭാവം കാണിച്ച് അതെങ്ങനെയും കുളവാക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അയാൾ ഒരു കൊമേഡിയൻ ആണ്, അയാൾ ഇതിനൊന്നും ഫിറ്റ് അല്ല, അയാൾക്ക് രാജ്യം ഭരിക്കാനൊന്നും അറിയത്തില്ല എന്നുള്ള നിലയിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, മോക്കിംഗ് തന്നെയാണ് ചെയ്തത്. പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അമേരിക്കയുടെ പൈസ ഒരുപാട് വേസ്റ്റ് ആക്കി കളഞ്ഞു ഈ ഉക്രൈനിലെ സെലൻസ്കി എന്നാണ് പറഞ്ഞത്. റഷ്യ ഒരു മല പോലെയാണ്. അതായത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു മല പോലെയാണ്. അവിടെയൊക്കെ പോയിട്ട് റഷ്യയുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു യുദ്ധത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞാൽ സെലൻസ്കി അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു ഈ ഒരു ഉക്രൈനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു നിലയിലേക്ക് ഉക്രൈൻ പോവില്ല, ഇങ്ങനെ ഒരു യുദ്ധത്തിനും റഷ്യയുമായിട്ട് പോകത്തില്ല എന്നുള്ള ഒരു
സ്റ്റേറ്റ്മെന്റും കൂടിയാണ് പറഞ്ഞത്. ഞാൻ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ യുദ്ധം ഉണ്ടായി കാണത്തില്ല എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞായിരുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആ ഒരു അന്തരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഗ്ലോബലി നോസ് ദാറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചു വെച്ച് സംസാരിക്കേണ്ട ഒരു വിഷയം? അത് അങ്ങനെ ഒളിച്ചും മറച്ചും വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഈ ഒരു യുദ്ധം ഇപ്പൊ അവസാനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം കാണില്ല. റഷ്യ വെറും 20% കപ്പാസിറ്റി മാത്രമാണ് ഈ ഒരു യുദ്ധത്തിൽ അവർ പ്രകടിപ്പിച്ചത്. റഷ്യ ഫുൾ എഫേർട്ട് ഇട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉക്രൈനെ വളരെ ഈസി ആയിട്ട് അവർക്ക് കീഴ്പ്പെടുത്താമായിരുന്നു. പിന്നെ അതിനുള്ളിൽ ഒരുപാട് കാഷ്വാലിറ്റീസ് വീണ്ടും വീണ്ടും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പുടിൻ ഒരു ബിലോ ആവറേജ് യുദ്ധമാണ് ഇവിടെ നടത്തിയത്. അതുകൊണ്ടാണ് സെലൻസ്കി ഈ രീതിയിലെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് പറഞ്ഞത്. ഇഫ് യു മേക്ക് ഡിലേ മോർ ആൻഡ് മോർ ദെൻ ദർ ഇസ് നോ മോർ ഉക്രൈൻ എന്നാണ് പറഞ്ഞത്. അതായത് നീ ഒരുപാട് ഇങ്ങനെ താമസിച്ചുകൊണ്ടേ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡീലിൽ എത്തിക്കാനുള്ള താമസം കാണിച്ചുകൊണ്ടേ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉക്രൈൻ ഉണ്ടാവില്ല എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്. ഇതിനേക്കാളും സെലൻസ്കിക്ക്, ഒരു രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് സെലൻസ്കിക്ക് ഒരു നാണക്കേട് വരാനുണ്ടോ? ഏത് രീതിയിലാണ് ഹ്യൂമിലിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ആ രീതിയിലാണ് അങ്ങ് ഒതുക്കി തീർത്തിരിക്കുകയാണ്. സെലൻസ്കി ഒന്നുമല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. സീറോ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് സീറോ എന്ന് പറഞ്ഞത്. പുടിൻ എന്തുകൊണ്ടാണ് സെലൻസ്കിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല, എന്താണ് പിന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് പറയുന്നത്. അത് ശരിക്കും റഷ്യയുടെ സൈഡിൽ നിന്ന് തന്നെ ആ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. കാരണം ഒന്നുമില്ല, സെലൻസ്കിക്ക് അവിടെ മെജോറിറ്റി ഇല്ല. സെലൻസ്കി അവിടെ കുറെ നാളുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നില്ല. ഒരു ഡിക്റ്റേറ്ററെ പോലെ അവിടെ നിന്ന് റൂൾ ചെയ്യാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നടത്തേണ്ടത് ഉക്രൈനിലെ ഇലക്ഷനാണ്. ഇലക്ഷൻ നടത്തി സെലൻസ്കി ആണെങ്കിൽ സെലൻസ്കി, ഇല്ലെങ്കിൽ പുതിയൊരു ലീഡർ, ഡെമോക്രാറ്റിക് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ലീഡർ വരട്ടെ. ആ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾ വരട്ടെ. ആ രാജ്യത്തിന്റെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ലീഡർ വരട്ടെ. എന്നിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഡീൽ ഉറപ്പിക്കാം എന്നാണ് റഷ്യ പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ റഷ്യയുടെ സ്റ്റാൻഡ്? എന്തുകൊണ്ടാണ് സെലൻസ്കിയെ വിളിച്ചില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ എന്നാ പിന്നെ പുടിനും ട്രംപും തമ്മിൽ ഒരു മീറ്റിംഗിന് അറേഞ്ച് ചെയ്യാന്നുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാങ്ഷൻസ് ഇല്ലേ, റഷ്യയുടെ മേളിലിരിക്കുന്ന സാങ്ഷൻസ്, ഈ സാങ്ഷൻസ് എല്ലാം തന്നെ എടുത്തു മാറ്റാനുള്ള തീരുമാനമാണ്. അത് അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സാങ്ഷൻസ് എടുത്തു മാറ്റാണ്. കാരണം നമ്മളിവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പുടിനെയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇത്രയും സാങ്ഷൻസിന്റെ ഇടയിലും ആ രാജ്യത്തിന്റെ എക്കണോമിക്കിന് ഒരു രീതിയിലുള്ള വീഴ്ചയും വരാതെ നല്ല രീതിയിൽ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്ത് മുന്നോട്ട് പോയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി എന്തു ആയിക്കോട്ടെ, പക്ഷേ റഷ്യ ഫിനാൻഷ്യലി ഈ ഒരു രീതിയിൽ പിടിച്ചു നിന്നതിന്റെ കാരണം പുടിൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും ആ രാജ്യത്തിന്റെ ഒരു എഫേർട്ടും തന്നെയാണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്തതാണ്. കാരണം ഒരു യുദ്ധം നടത്തിക്കൊണ്ട് ഈ രീതിയിൽ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുപോകാന്ന് എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. അമേരിക്കയും റഷ്യയും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോപ്പറേഷൻ വരുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമാണ് കേട്ടോ. അത് റഷ്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമാണ്. കാരണം നമ്മൾ രണ്ടുപേരുമായിട്ട് നല്ല രീതിയിലുള്ള ഡീലിംഗ്സ് ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് ചൈനയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ റഷ്യ കുറച്ച് സൈലന്റ് ആവും. അത് ചൈനയ്ക്ക് കുറച്ച് അബദ്ധമാവാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.